തങ്കലാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടായത്. തിയേറ്ററിൽ നമ്മൾ സിനിമയ്ക്ക് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് യൂട്യൂബ് തുറന്നപ്പോഴാണ് ബസൂക്കയുടെ ടീസർ കണ്ടിട്ടുള്ളത്. അപ്പോൾ സിനിമയ്ക്ക് കയറുന്നതിന് മുന്നേ അവിടുന്ന് ടീസർ ഒന്ന് കണ്ട് ഫുള്ള് വോളിയത്തിൽ വെച്ച് കണ്ട് അതിനുശേഷം തിയേറ്ററിൽ കയറിയിട്ട് ഇരിക്കലും വരുന്നത് സ്ക്രീനിൽ വീണ്ടും ബസൂക്കയുടെ ടീസർ. അപ്പോൾ തിയേറ്ററിൽ നിന്നും കണ്ട് ഫോണിലും കണ്ടതിൻ്റെ എക്സ്പീരിയൻസും കൂടി രണ്ടും കൂടി കിട്ടിയതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ഇല്ലടേ. എന്നാലും ജസ്റ്റ് ഒരു റിയാക്ഷൻ, ജസ്റ്റ് ഒരു എൻ്റെ തോട്ട്സ് മാത്രം ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഡീനോ ഡെനിസ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ് ബസൂക്ക എന്ന് പറയുന്ന പടം. പിന്നെ ടീസർ കണ്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ട് ഞാൻ പറയാനാണ് ആ മ്യൂസിക്കിൻ്റെ സെക്ഷനാണ് ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ കൈയടിക്കാൻ നമ്മൾ ആലോചിക്കില്ലടേ, ആ മ്യൂസിക് കേൾക്കും മമ്മൂട്ടീനെ സ്ക്രീനിൽ കാണുമ്പോഴേക്കും നമ്മൾ കൈയടിച്ചു പോകും. ആ രീതിയിൽ മ്യൂസിക് തിയേറ്ററിലെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മിഥുൻ മുകുന്ദനാണ്. പുള്ളിയുടെ മുന്നത്തെ വർക്ക്സ് നമുക്കറിയാം, റോഷാർക്ക്, ഗരുഡഗമന ഋഷഭവാഹനം ആ പടമുണ്ടല്ലോ, ആ പടത്തിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മിഥുൻ മുകുന്ദൻ ഓസലർ പുള്ളിയായിരുന്നല്ലേ, മിഥുൻ മുകുന്ദൻ ആയിരുന്നില്ലേ, അതെനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത് ഒരു രക്ഷയില്ല മ്യൂസിക്കിൻ്റെ സെക്ഷൻ. ആ ഒരു ടീച്ചറിലുള്ള ഒരു സെക്ഷൻ ഉള്ളേ, മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുമ്പം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്തടിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് കിട്ടലും പോലെ ചെയ്തു. ടീച്ചറിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള സംഭവം അതായിരുന്നടേ. പിന്നെ പടത്തിൽ എനിക്ക് ഏറ്റവും ഹൈപ്പ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രൂ ആണടേ. ക്രൂവിൽ DOP വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ റോബി വർഗീസ് ആണടേ, അതായത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ. അതിനുശേഷം നിമിഷ് രവി എന്ന് പറഞ്ഞിട്ട് 2 പേരാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വേറെ ലെവൽ ഐറ്റം തന്നെയായിരിക്കുമല്ലോ ഉറപ്പാണ്. നമ്മൾ ടീസറിൽ തന്നെ 2-3 കട്ട്സ് നമ്മൾ കണ്ടു. ഒരു കാർ വരുന്ന ഷോട്ടും ഗാങ്സ്റ്റർ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. ഒരു ഗെയിമിങ്ങിൻ്റെ സംഭവമാണെന്ന് പറയുന്നു, ഒരു ഗാങ്സ്റ്റർ ലെവൽ മണക്കുന്നുണ്ട്. ഒരു പിന്നെ മാസ് വെപ്പൺസിൻ്റെ യൂസേജും അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും അങ്ങനെയൊരു ഏരിയ വേറെ മണക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പക്ക തിയേറ്റർ മെറ്റീരിയൽ ആക്ഷൻ പാക്ക്ഡ് സാധനമായിരിക്കും ബസൂക്ക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടീസറിൽ നിന്ന് വ്യക്തമല്ല കൂടുതൽ കാര്യങ്ങൾ, ട്രെയിലർ വന്ന് നമുക്ക് വ്യക്തമാകും. റിലീസ് ഡേറ്റ് വന്നിട്ടില്ല, ചിലപ്പോൾ ഓണത്തിനുണ്ടാവും എന്ന് ഉറപ്പില്ലടേ. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ കേട്ടുള്ളത്. ആ ഒരു വെക്കേഷൻ ടൈമിൽ ഇറക്കുമെന്നത് അറിയില്ല, കാരണം വെക്കേഷന് ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. ഒരുപാട് പടങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ അജയൻ്റെ 2ാം മോഷണം തൊട്ട് എന്തായാലും ഇജാതി ക്രൂ ആണ് ഈ തള്ളൈ, പൊളപ്പം ക്രൂ ആണ്. അതിൻ്റെ കൂടെയാണ് മമ്മൂക്ക വരുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടേ, ഗൗതം വാസുദേവ് മേനോൻ ആക്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ തന്നെയാണ് നെക്സ്റ്റ് പടം, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് പടത്തിൽ പുള്ളിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഗൗതം വാസുദേവ് മേനോൻ. പുള്ളിയോട് ഒരു കാര്യം പറയണ്ടേ, ധ്രുവ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പടം സാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പടത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഒരു സംഭവങ്ങളും പിന്നീട് പുറത്തേക്ക് വന്നിട്ടില്ല. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ടേ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് മമ്മൂട്ടി നെക്സ്റ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം എന്നുള്ളത് പുള്ളിയുടെ പടം തന്നെയാണെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ അത്തരത്തിൽ പടം എന്തായാലും നമുക്ക് ഫാൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു FDFS ഒക്കെ പോയിട്ട് നമുക്ക് അറുത്ത് വിളിച്ച് അർമാദിച്ച് തീർക്കാനുള്ള ഒരു പടം എന്നുള്ള രീതിയിലാണ് ബസൂക്ക വരണത്. നല്ല പ്രതീക്ഷ ഉണ്ട്. ഞാൻ ആ തിയേറ്ററിൻ്റെ ആ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് ഞാൻ പറയണത്. ഇജാതി മ്യൂസിക്കിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇജാതി എഫക്റ്റ് ആയിരുന്നു. അത് ആ ഒരൊറ്റ സീനുണ്ട്, ഞാൻ അറിയാണ്ട് കൈയടിച്ചു പോയി, നമ്മൾ അർമാദിച്ചോ എന്ന് പറയില്ല, നമ്മൾ കൂക്കി വിളിച്ചു, ആ രീതിയിൽ സംഭവം വന്നു. ആ ഒരു ഫീല് എനിക്കിങ്ങനെ തലേന്ന് ഇങ്ങനെ ഓടുന്നുണ്ട് ആ സംഭവം. അപ്പോൾ അത്തരത്തിൽ എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറുകൾ, വിൻറ്റേജ് കാറുകൾ, ലുക്ക്, പിന്നെ പുള്ളിയുടെ ഹെയർ സ്റ്റൈല്, കണ്ണട, കൂളിംഗ് ഗ്ലാസ്, അത് പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ എല്ലാ രീതിയിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവിടെ. അതായത് പുള്ളിയുടെ ആ ഒരു സ്റ്റാർഡം എങ്ങനെ യൂസ് ചെയ്യാം, സ്റ്റൈൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് പടത്തിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ട്രെയിലറും കൂടി വന്നാൽ നമുക്ക് കൂടുതൽ പിക്ചർ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാരിറ്റി കിട്ടട്ടെ. ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വേറെ ഒന്നും പറയാനില്ലേ, ജസ്റ്റ് ടീസർ അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് പറയാനില്ല. കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ട്രെയിലർ വരണം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ട്രെയിലർ which will be coming soon.